കൂട്ടുകാരെ, നമ്മുടെ സാലി റോസിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് പെട്ടെന്ന് 1 കിലോ ചുക്ക് കോഫി ഉണ്ടാക്കുക. 1 കിലോ ചുക്ക് കോഫി ഉണ്ടാക്കിയാൽ ഒരു നിമിഷം നേരം വലിച്ച പലരും ആവശ്യപ്പെടുന്ന 1 കിലോയും 1/2 കിലോയും ഒക്കെ. കാരണം മഴ വന്നു, നമ്മുടെ ചുക്ക് കോഫിക്കും മസാല കോഫിക്കും മസാല ടീക്കും എലാച്ചി കോഫിക്കും ഒക്കെ നല്ല ഡിമാൻഡാണ്. പെട്ടെന്ന് 1 കിലോ നമുക്ക് ചുക്ക് കോഫി എളുപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ നല്ല പുതിയ നമ്മുടെ കാപ്പിപ്പൊടിയാണ് ഇത്. ഈ കാപ്പിപ്പൊടി ഇടുമ്പം തന്നെ അതിൻ്റെ നല്ല സ്മെല്ല കാപ്പിപ്പൊടിയുടെ മണം. അപ്പോൾ ഈ കാപ്പിപ്പൊടിക്കകത്ത് നമ്മളൊന്നും ചേർത്തല്ല കേട്ടോ. ഇത് പ്ലെയിൻ റോബസ്റ്റ കോഫിയുടെ പൗഡർ. അതിലേക്ക് നമുക്ക് ഇപ്പോൾ ചുക്ക് കോഫിക്കായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമ്മൾ അളന്ന് വെക്കും. 1 കിലോയ്ക്കുള്ളത് നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആ പൊടികളെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഉണ്ട്. ചുക്കുണ്ട്, കുരുമുളകുണ്ട്, അതുപോലെ നമുക്ക് ബാക്കി ഏലക്കായ, പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത്, നമ്മുടെ ചുക്ക് കോഫിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് ഇത് മിക്സ് ചെയ്തെടുത്താൽ, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചുക്ക് കോഫി നിങ്ങൾക്ക് റെഡിയാണ്. 1 അല്ല 2 കിലോയിൽ കൂടുതൽ ഞാൻ ഉണ്ടാക്കത്തില്ല. അന്നേരം ഉണ്ടാക്കിയെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഒട്ടും പോകാതെ ഏറ്റവും ഫ്രഷായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ കിട്ടും. നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചുക്ക് കോഫിയൊക്കെ 1 കിലോയും 1/2 കിലോയൊക്കെ ചുക്ക് കോഫി മേടിക്കുന്നവർ ഒന്നിച്ചൊരു പാക്കിൽ വെക്കല്ലേ. നിങ്ങൾ ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് ബാക്കി ഇപ്പം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് അടച്ച് വെച്ചേക്കണം. നമുക്ക് വേണ്ടത് മാത്രമേ ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ പുറത്ത് വെച്ച് ഉപയോഗിക്കാവൂ. കാപ്പിപ്പൊടിയുടെയും തേയിലയ്ക്കൊന്നും അത്രയും വരുന്നില്ല. കാപ്പിപ്പൊടിയുടെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ മസാല കോഫി ആയാലും എലാച്ചി കോഫി ആയാലും ഈ ചുക്ക് കോഫി ആയാലും നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കാവൂ കേട്ടോ. എല്ലാ മണവും ഉണ്ട്. എല്ലാ മണങ്ങളും നല്ല കൃത്യമായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചുക്ക് കോഫി നിങ്ങൾ മറക്കണ്ട.